വെളുപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെ ചികിത്സ നിഷേധിച്ചു എന്നാണ് ആരോപണം. ശ്വാസതടസ്സത്തിന് ചികിത്സയ്ക്കെത്തിയ രോഗി മരിച്ചു എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. വെളുപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീറാണ് ഈ രീതിയിൽ മരിച്ചത്. ഗുരുതരാവസ്ഥയിലെത്തിച്ച ബിസ്മീറിന് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകിയില്ല എന്നും CPRഉം ഓക്സിജനും നൽകാൻ തയ്യാറായില്ല എന്നും കുടുംബം ആരോപിക്കുന്നു. പട്ടി കയറുന്നതുകൊണ്ട്, തെരുവുനായ കയറുന്നതുകൊണ്ടാണ് ഗേറ്റ് അടച്ചിട്ടത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ഹോസ്പിറ്റലിന്റെ എൻട്രൻസ് വന്നിട്ട് ഓപ്പൺ ആയിരുന്നു ഗേറ്റ്. അകത്തെ ഗ്രില്ല് അത് ലോക്കായിരുന്നു. അവിടെ പോയിട്ട് കോളിംഗ് ബെല്ല് അടിച്ചത്, 2-3 കോളിംഗ് ബെല്ല് അടിച്ചതിന് ശേഷമാണ് പിന്നെ വിളിച്ചായിരുന്നു. പുള്ളിയും വിളിക്കായിരുന്നു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ. അപ്പം അത്രയും താമസിച്ചാണ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്യാൻ. ഒരു മെഡിസിനും ഉപയോഗിക്കാതെയാണ് ജസ്റ്റ് ആ മെഷീൻ ഓൺ ചെയ്ത് ആവി കൊടുക്കുന്നത്. ആക്ച്വലി അതിൽ 2 ഐറ്റം മെഡിസിൻ യൂസ് ചെയ്യാറുണ്ട്. അത് എന്നിട്ട് ആവി പിടിക്കുന്നത് ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. അതൊന്നായി പുള്ളി അവിടെ വെച്ച് തന്നെ അബോധാവസ്ഥയിലാകുമ്പോഴത്തേക്കും എൻ്റെ പെങ്ങൾ പറഞ്ഞായിരുന്നു CPR കൊടുക്കുന്നു. അവർ രണ്ടുപേരും നോക്കി നിന്നെല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. തിരിച്ചവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി. ആംബുലൻസിനകത്ത് ഒരു പ്രാഥമിക ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നുമില്ല. ഒരു സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടറില്ല, ഒന്നുമില്ല. ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോഴത്തേക്കും പുള്ളി മരിച്ചിട്ട് 20 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. ഓക്സിജൻ കൊടുക്കാൻ തയ്യാറായില്ല. പുള്ളി 10-15 മിനിറ്റ് അവിടെ നിന്ന് വിളിച്ചിട്ട് ഇവരാരും ഗേറ്റ് തുറക്കുവാൻ തന്നെ താമസിച്ചു എന്നാണ് പറയുന്നത്. ഷട്ടർ തുറക്കുവാൻ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത് ആദ്യമായിട്ടല്ല സത്യത്തിൽ വെളുപ്പിൽ CHSCയെ സംബന്ധിച്ച് ഇത് നടക്കുന്നത്. നേരത്തെയും ഇതുപോലുള്ള 3-4 വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യസമയത്ത് ഡോക്ടർ ഇല്ലാതിരിക്കുകയും ചികിത്സ കൊടുക്കാതിരിക്കുകയും ഉണ്ടാവുന്ന ഒരു പിഴവ് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇന്ന് ഈ പറഞ്ഞതുപോലെ 37 വയസ്സാകുന്നതേ ഉള്ളൂ പയ്യൻ. 2 കുട്ടികൾ അനാഥമായി. വളരെ വേദന ഉള്ള നിമിഷങ്ങളാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ദാരുണമായ സംഭവമാണ് ഇതിപ്പോൾ. ഈ കുടുംബം ആരോപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ വെളുപ്പിൽശാല ആശുപത്രിക്കെതിരെ നേരത്തെയും ഇത്തരത്തിൽ പരാതികളുണ്ട് എന്നുകൂടി പറയുമ്പോൾ തുടർച്ചയായി സംഭവിക്കുന്ന അനാസ്ഥ എന്ന രീതിയിൽ കാണേണ്ടതുണ്ടോ? ഇതിപ്പോൾ ഈ ഗേറ്റ് അടച്ചത് തെരുവു നായ്ക്കളെ ഭയന്നാണ്, അല്ലെങ്കിൽ അത് കയറുമെന്ന് പ്രതീക്ഷിച്ചാണ്, കരുതിയതുകൊണ്ടാണെന്നൊക്കെയാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്, അല്ലേ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ പറയുന്ന ആരോപണങ്ങളിൽ എത്രമാത്രം വസ്തുതയുണ്ട് മേഘന? വസ്തുത പരിശോധിക്കാൻ തന്നെയാണ് 24ന്റെ സംഘം ഇപ്പോൾ ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കുള്ള വെളുപ്പിൽശാലയിലെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നേമം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ജനങ്ങൾ അവരുടെ അടിയന്തര സാഹചര്യത്തിലടക്കം കിടത്തി ചികിത്സയടക്കമുള്ള ആശുപത്രിയാണ് ഈ ആരോപണ വിധേയമായിട്ടുള്ള, അല്ലെങ്കിൽ ബിസ്മിറിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇവിടെ നമുക്ക് കാണാം ഒരു ആംബുലൻസ് സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കിടത്തി ചികിത്സയടക്കം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സജ്ജീകരിച്ചുകൊണ്ടുള്ള കിടത്തി ചികിത്സ അടക്കമുണ്ട് എന്നുള്ളതാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് നമുക്ക് പുറത്തു നിന്ന് കാണുന്നത്. ഇവിടെ നിന്ന് DMOയുടെ അടക്കം മെഡിക്കൽ ഓഫീസറുടെ അടക്കം പ്രതികരണം തേടിയിരുന്നു. അതിൽ പ്രധാനമായും മെഡിക്കൽ ഓഫീസർ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ പ്രാഥമിക ഘട്ടത്തിൽ ഈ രോഗിക്ക് നൽകേണ്ട എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റ് അടച്ചത് ഇപ്പോൾ ഈ ആരോപണ വിധേയമായിട്ട്, അല്ലെങ്കിൽ ഈ കുടുംബം പറയുന്നത് ഈ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഗ്രില്ല് തുറക്കാൻ ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും ജനുവരി 19-നാണ് ഈ വിഷയം ഇവിടെ ഉണ്ടാകുന്നത്. ഗുരുതരമായിട്ടുള്ള വിഷയം. അതിൽ പ്രധാനമായും ഭാര്യ പറയുന്നത് ശ്വാസതടസ്സം മൂലമാണ് ഈ ആശുപത്രിയിലേക്ക്, ബിസ്മിറിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഈ ആശുപത്രിയിലേക്കുള്ളത്, ഇവിടേക്ക് വരുന്നത്. അതിനുശേഷം ഓക്സിജൻ നൽകാൻ തയ്യാറായില്ല, അതുപോലെ തന്നെ CPR നൽകാൻ തയ്യാറായില്ല. അവിടെ ആശുപത്രി അധികൃതർ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ സമയം 6:40 ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നേരിട്ട് ചോദിക്കാലോ, തത്സമയം ചോദിക്കാലോ. അവിടെ ആരെങ്കിലും ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും? DMOയുടെ വിശദീകരണം ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള മെഡിക്കൽ ഓഫീസറുടെ വിശദീകരണം ചോദിച്ചതാണ്. പക്ഷേ ഇവിടെ മെഡിക്കൽ ഓഫീസർ ജോലി കഴിഞ്ഞു മടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഡ്യൂട്ടി ഡോക്ടർ പറയുന്നത്. അതിൽ പ്രതികരണം, ഒരു ഫോണിലൂടെ അല്ലാത്തൊരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഫോണിലൂടെയുള്ള പ്രതികരണം എന്ന് പറയുന്നത് സാധ്യമായതെല്ലാം ചെയ്തു, അത് പ്രാഥമിക ഘട്ടത്തിൽ ഒരു രോഗിക്ക് നൽകേണ്ട ചികിത്സയൊക്കെ ചെയ്തു. ഈ ആംബുലൻസിൽ തന്നെയാണ് അന്ന് ബിസ്മിറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിക്കുമ്പോഴേക്കും 20 മിനിറ്റ് മുന്നേ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കുടുംബത്തിന്
മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച വിവരം അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകിയിരുന്നെങ്കിൽ അതിൽ ഈ ഭാര്യയാണ് 2 വീലറിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. തൊട്ടടുത്തുള്ള ആശുപത്രി എന്ന രീതിയിലാണ് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഓക്സിജൻ നൽകാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ CPR നൽകൂ, എനിക്ക് CPR നൽകാൻ അറിയില്ല എന്നുള്ള കാര്യം ഭാര്യ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടും അതിന് ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. അതിൽ രോഗിയുടെ ഒരു ഗുരുതര സ്വഭാവം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഈ ശ്വാസതടസ്സം ഗുരുതരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് തയ്യാറായില്ല. അതുപോലെ തന്നെ ഈ ഗ്രില്ല് തുറക്കാൻ അവർ ഉറങ്ങുകയായിരുന്നു. നിരവധി തവണ കോളിംഗ് ബെല്ലടിച്ചു. അതിനുശേഷമാണ് ഈ ഗ്രില്ല് തുറന്നത്. ഗ്രില്ല് തുറക്കാത്തതിന്റെ കാരണം ചോദിക്കുമ്പോൾ അതും അപഹാസ്യമാണ്. പട്ടി കയറുന്നതിനാൽ ഈ ഗ്രില്ല് താക്കോലിട്ട് പൂട്ടിവെക്കുന്നത് 24 മണിക്കൂറും ഡോക്ടർ ഉണ്ടാവേണ്ട, നഴ്സും ഡോക്ടറും സംവിധാനവും ഉണ്ടാകേണ്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ്. അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. പട്ടി കയറുന്നതുകൊണ്ട് ഈ ഗേറ്റ് അർദ്ധരാത്രിയിൽ, പുലർച്ചെയാണ് സംഭവം, 19-ന് പുലർച്ചെയാണ്, അർദ്ധരാത്രിയിൽ ഗേറ്റ് അടയ്ക്കുന്നു എന്നുള്ളതാണ് വിശദീകരണമായി വരുന്നത്. അത് എന്തുകൊണ്ട് എന്നുള്ളത്, അത് ഇവിടെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവമല്ല, അതിൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതും അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ബിസ്മിറിന്റെ കുടുംബം പറയുന്നത് 37 വയസ്സും സ്വിഗ്ഗി ജീവനക്കാരനാണ് ബിസ്മിർ. ശ്വാസതടസ്സം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലുള്ള അസുഖമല്ലായിരുന്നു. പെട്ടെന്ന് പുലർച്ചെ ശ്വാസതടസ്സം ഉണ്ടാകുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് CPR നൽകൂ, ഓക്സിജൻ നൽകൂ, അതുപോലെ തന്നെ നെബുലൈസേഷൻ നൽകൂ എന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടും തയ്യാറായില്ല. പിന്നീട് ഭാര്യയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്നത്. പക്ഷേ 20 മിനിറ്റ് മുന്നേ തന്നെ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ എത്തുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ എന്തുകൊണ്ട് ഇവിടെ അനാസ്ഥ തുടങ്ങുന്നത്, ഈ ഗേറ്റ്, ഈ ഗ്രില്ല് തുറക്കുന്നത് മുതൽ അങ്ങോട്ടുള്ള അനാസ്ഥയുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. നമ്മൾ അവരുടെ പ്രതികരണം കേട്ടു. ഇപ്പോഴും ജനുവരി 19-നാണ് മരിക്കുന്നത്. അതിനുശേഷവും അവർക്ക് അവരുടെ വൈകാരികമായി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. തങ്ങളുടെ 37 വയസ്സുള്ള ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അത് ഇവിടെയുള്ള ഡോക്ടർമാർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അത് പറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും DMOക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടിയിലേക്ക് പോകും. സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ഈ കുടുംബം പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് അന്വേഷിക്കണം. ഇവിടെ നമ്മൾ കാണുമ്പോൾ, പുറത്തുനിന്ന് കാണുമ്പോഴും ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും നിരവധി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കിടത്തി ചികിത്സയുണ്ട്, ആംബുലൻസ് സംവിധാനമുണ്ട്. പക്ഷേ അവിടെ ബ്ലോക്ക് ഭാരവാഹികളടക്കം പറയുന്നത് ഈ ആംബുലൻസിന് കൃത്യമായ ഡ്രൈവർ ഉണ്ടാവാറില്ല എന്നൊക്കെയാണ്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കൃത്യമായും പരിശോധിക്കണമെന്നുള്ളതാണ് കുടുംബം സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ഒരു അപേക്ഷയായി പറയുന്നത്. ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല ഇനി ആർക്കും എന്നുള്ളതാണ് പറയുന്നത്. ശ്വാസതടസ്സം, അത് നേരത്തെ തന്നെ ബിസ്മിറിന് ശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഗുരുതര സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പെട്ടെന്നൊരു ശ്വാസതടസ്സം ഉണ്ടാകുന്നു, നരയും പതയും വരുന്നു, അതുപോലെ തന്നെ ചുണ്ടിന്റെ ഒക്കെ നിറം മാറുന്നു, ശരീരത്തിന്റെ നിറം മാറുന്നു. എന്നിട്ടും ഗുരുതര സ്വഭാവമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ അധികൃതർക്ക് പറ്റിയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണ് കുടുംബം പറയുന്നത്. പ്രജിൻ, എന്തായാലും ദാരുണമായ സംഭവമാണ്. ഈ രീതിയിൽ ഈ മരണത്തിന് ഉത്തരവാദികൾ അത് ഈ പറയുന്നത് പോലെ കൃത്യമായ സമയത്ത് പ്രാഥമികമായി നൽകേണ്ട ചികിത്സ നൽകാത്തവർ തന്നെയല്ലേ എന്ന ചോദ്യം അത് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. നമ്മുടെ പ്രേക്ഷകരും സമാനമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവിടെ ഒരു CHC ആണ്, സ്വാഭാവികമായിട്ടും അവിടെ സെക്യൂരിറ്റി വേണ്ടതാണ്. എത്ര പുലർച്ചെയാണെങ്കിലും കൃത്യമായ സമയത്ത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന നിലയിൽ അത് കൃത്യമായി തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അടിയന്തര ഘട്ടങ്ങൾ ചികിത്സ തേടിയെത്തുന്നത് ഏത് സമയത്താണെങ്കിലും അത് ആ സമയത്ത് തന്നെ നൽകുക, ലഭ്യമാക്കുക എന്നതാണ് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. അത് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണത് പടച്ചുപൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ തെരുവ് നായ്ക്കളെ ഭയന്നാണ്. അതിന് വേറെ വഴികളാണ് നോക്കേണ്ടത്. അല്ല ഇതുപോലെ ഈ സമയത്തൊക്കെ കടന്നു വരുന്ന ആൾക്കാർക്ക് നേരെ ഗേറ്റ് കൊട്ടിയടക്കുന്നതല്ല രീതി എന്ന കാര്യത്തിൽ യാതൊരു സംശയം. എന്തായാലും അതിലൊരു അന്വേഷണം, നടപടിയും ഒക്കെ വഴി ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. മേഘന മുരളിയാണ് ഈ വാർത്ത നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.